ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി കിച്ചൺ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു മീൻ പീരയാണ്. നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പീരക്കറി കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി 3/4 കിലോ കൊഴുവ വൃത്തിയായി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ 2.5 കപ്പ് തേങ്ങ ചുരണ്ടിയത്, 1 കപ്പ് ചുവന്നുള്ളി, 50 ഗ്രാം കാന്താരി മുളക്, 10 കഷ്ണം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുക്കാം. കനം കുറച്ച് ചെറുതാക്കിയാണ് ഞാൻ അരിയുന്നത്. ഉള്ളിയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതായിട്ട് നമുക്ക് മീൻ പീരക്കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കാന്താരിമുളകും ഇഞ്ചിയും കൂടെ മിക്സിയിലിട്ട് പതുക്കെ ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും എല്ലാം കൂടി ഒന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചുരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ആഡ് ചെയ്യാം. തേങ്ങയിലേക്ക് 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇടുന്നത്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കിത് പതുക്കെ മിക്സിക്കകത്തിട്ടൊന്ന് കറക്കിയെടുക്കാം. ഒരു 2 സെക്കൻഡ് മതി, അരഞ്ഞു പോകരുത്. നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അല്പം എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ മീൻ കറി വെക്കാൻ പോകുന്ന ചട്ടിയാണ് സ്റ്റൗവിൽ വെച്ചിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ അരപ്പ്, നമ്മുടെ മിക്സ് അങ്ങോട്ട് എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 1-2 മിനിറ്റ് നേരത്തെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ അരപ്പൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. ശകലം നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പതുക്കെ ഒന്ന് വഴന്നു വന്നാൽ മതി. കൂടെ ഒരു മിനിറ്റൊക്കെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പുളിയും കൂടി ഇടുകയാണ്. 3 കഷ്ണം വലിയ പുളി ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് 3 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പാകത്തിന് വെള്ളം ആഡ് ചെയ്താൽ മതി. 1 സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ പീരക്കറി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ചാറെല്ലാം നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2 കറിവേപ്പിലയും കൂടി ഇടുകയാണ്. 2 കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. എല്ലാവർക്കും ഈ മീൻ പീരക്കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.